കഴിഞ്ഞ 3 ദിവസമായിട്ട് CJ റോയ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർക്കാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ആണ് ഇദ്ദേഹം സ്വയം വെടിവെച്ചിട്ട് മരിക്കുന്നു എന്ന് പറയുന്ന ഒരു നെറേറ്റീവിലുള്ള ഒരു വാർത്ത നമ്മൾക്ക് മുമ്പാകെ എത്തുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യേണ്ടത്. ഇത് വളരെ വ്യക്തമായ ഒരു കേസാണ്. കാരണം ഒരു അന്വേഷണ ഏജൻസിയുടെ ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുമ്പോൾ ആ റെയ്ഡിൽ പെട്ട ആൾ അവരെ കൺട്രോളിലായിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ് പറയുന്ന പ്രകാരം മാത്രമേ എഴുന്നേക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റുള്ളൂ. 3 ദിവസമായി അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ ഓഫീസിൽ ഓഫീസാണോ വീടാണോ റെയ്ഡ് നടക്കുന്നത്? ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോൾ ആ റെയ്ഡിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് അവരുടെ കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡിയിൽ നിന്നൊന്ന് നീങ്ങാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല. ഭക്ഷണം കഴിക്കുന്നത് പോലും മറ്റവരെ മുന്നിൽ വെച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾ എന്തെങ്കിലും പറ്റിയാൽ അതിന് പരിപൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പറയുന്ന ഏജൻസിക്കാണ്. എൻ്റെ അനുഭവം പറയാം. ഒരു 10/2021 നമ്പർ കേസിൽ വീണ ജോർജിൻ്റെ സെക്രട്ടറി സജീവൻ്റെ ഒരു പരാതിയിൽ എന്നെ 2021 ഡിസംബർ 1 ഉച്ചയ്ക്ക് വന്ന് പോലീസ് കസ്റ്റഡി എടുത്തുകൊണ്ട് പോകണം നിർബന്ധിച്ചിട്ട്. ഇല്ലീഗലായിട്ടാണ് അറസ്റ്റ്. എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോകണം. പിന്നീട് അവരെ ഓഫീസിൽ കൊണ്ടുപോകണം. അവരെ പോയപ്പം കേസ് ഇല്ലീഗലാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. പിണറായി വിജയനോ അല്ലെങ്കിൽ അവിടുന്ന് പി ശശിയോ, അന്ന് പി ശശി ഇല്ല, വീണ ജോർജിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം എന്നെ കോടതി ഹാജരാക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ താല്പര്യം, കാരണം എത്രയും വേഗം അയാളെ കയ്യിൽ നിന്ന് ഒഴിവാണെന്നുള്ളതിൽ. പക്ഷെ അന്നപ്പോഴേക്ക് അയാൾക്ക് എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് കൊണ്ടുപോയി തിരിച്ച് എന്നെ പെട്ടെന്ന് എവിടെ എത്തിക്കുകയാണ്? എൻ്റെ ഓഫീസ് കലൂരിലെ ഓഫീസ് എത്തിക്കുകയാണ്. എത്തിച്ചിട്ട് അവിടെ 4:30 മണിയാകുമ്പോഴേക്ക് റെയ്ഡ് ആരംഭിക്കാം. 6 മണിയോട് റെയ്ഡ് ആരംഭിക്കാം. എല്ലാ പോലീസ് സംവിധാനത്തോടെ റെയ്ഡ്. അപ്പം ഞാൻ എന്നെ റൂമിലാക്കിയിട്ട് പോലീസ് അവിടെ കൺട്രോൾ ചെയ്ത് എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് കയറി ചെന്നാൽ അവിടെ ഇരിക്കേ, അനങ്ങാൻ പാടില്ല എന്നാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ പരിശോധിക്കും. അപ്പോൾ ആ രൂപത്തിലാണ് ഓഫീസിലെ സ്റ്റാഫ് കാണിച്ചു കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളും. അവർക്ക് എന്താ വേണം? അവരെന്ത് ചെയ്തു? കമ്പ്യൂട്ടർ കംപ്ലീറ്റ് അഴിക്കുന്നു, ഈ കംപ്ലീറ്റ് എല്ലാ സാധനം കടത്തി കൊണ്ടുപോകണം, ക്യാമറ എടുത്തുകൊണ്ട് പോകണം, എല്ലാം എടുത്തുകൊണ്ട് പോവാണ്. കംപ്ലീറ്റ് ഇല്ലീഗലാണ് വെച്ചത്. അപ്പോൾ ഇവർ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഒരു റെയ്ഡ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രതിയായിട്ടുള്ളത്, അയാൾ പ്രതിയാണല്ലോ, പ്രതിയായിട്ടുള്ള ആള് പൂർണ്ണമായ കസ്റ്റഡിയിലായിരിക്കും ആരുടെ. അപ്പൊ ഈ അവിടെ വെച്ച് എനിക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം. ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോയപ്പോൾ അവിടെ ഇരിക്കുക ഞങ്ങളെ കസ്റ്റഡിയിലാണെന്നാണ് രഞ്ജിത്ത് വിശ്വനാഥൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ അടുത്ത ദിവസം ഇന്നലെ ഞാൻ വൈക്കം കോടതി പോയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഓർമ്മയുണ്ടോയെന്ന് എന്നോട് ചോദിച്ചു. അപ്പം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഒരു ഏജൻസി റെയ്ഡ് നടത്തുമ്പോൾ എങ്ങനെയാണ് റെയ്ഡ് നടത്തുക. റെയ്ഡ് നടത്തുമ്പോൾ നമ്മളെ കസ്റ്റഡിയിലെടുത്താൽ പരിപൂർണ ഉത്തരവാദിത്തം, നമ്മുടെ സേഫ്റ്റി നോക്കേണ്ട ഉത്തരവാദിത്തം അവരാണ്. നമുക്ക് എന്ത് വന്നാലും അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം അവർക്കാണ്. ഇവിടെ തോക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. തോക്ക് എന്തായാലും അയാളെ കയ്യിലും ശരീരത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഉള്ളിൽ പോയി എടുത്തോണ്ടോന്ന് പറഞ്ഞു. ഉള്ളിൽ പോകണമെങ്കിൽ ഇവര് കൂടെ പോയിരിക്കണം. പോയിട്ട് അത് തുറക്കണമെങ്കിൽ അവര് തുറക്കും. ഇദ്ദേഹം അല്ല തുറക്കുന്നത്, അവര് തുറന്നത് അവരെടുക്കും. ഇദ്ദേഹത്തിന് തൊടാൻ പറ്റില്ല. പിന്നെ പോലീസ് ഇവര് ഇൻകം ടാക്സ് വരുമ്പോൾ പോലീസ് സംവിധാനം ഉണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ CRPF ആൾക്കാരുണ്ടാവും. കണ്ടില്ലേ ED റെയ്ഡൊക്കെ വരുമ്പം CRPF വന്നിട്ട് വളരെ, പ്രത്യേകിച്ചും വലിയൊരു സ്ഥാപനമല്ലേ, ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന ഇവരുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് മൾട്ടി മില്യണറാണ്, 11,000 കോടി രൂപ ആസ്തിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനങ്ങളുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി, അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പറയുന്ന ഏജൻസിയാണ്. ഇൻകം ടാക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് അയക്കുന്നു, രേഖകൾ പരിശോധിക്കുന്നു. ആ രേഖകൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഇത്ര പൈസ അടക്കണം എന്നുള്ള വിധി ഉണ്ടാക്കുന്നു. കംപ്ലീറ്റ് റെക്കോർഡുകൾ പരിശോധിക്കാം, റെക്കോർഡ് എടുക്കാം. അവിടെ തടഞ്ഞു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. 3 ദിവസമായിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണ്. ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ തടങ്കലിൽ വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് ഇത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചിട്ട് റെയ്ഡ് നടക്കുന്നുണ്ട്. 22-ാം തീയതി പോലും ഏതൊക്കെയോ ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു എന്ന് ഇദ്ദേഹത്തിന്റെ ഈ ബ്രദർ ഇപ്പോൾ പറയുന്നുണ്ട്. അമ്മേനെ പോലും വിളിക്കാനുള്ള അവസരം കൊടുത്തു എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം അമ്മയെ വിളിക്കുന്നു. അതായത് 1 മണിക്കൂറിന് ഉള്ള ഒരു ചോദ്യം ചെയ്യലിന് ശേഷം
ഇദ്ദേഹം പുറത്ത് വരുന്നു ഒരു ബ്രേക്ക് പോലെ, എന്നിട്ട് അമ്മയെ വിളിക്കുന്നു, എന്നിട്ടാണ് ഈ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ഇയാൾ ഒരു വലിയ വ്യവസായിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹതാപം തോന്നിയിട്ട് അതിന്റെ ഒരു ആനുകൂല്യം എന്നാൽ ശരി പോയി എടുത്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ലേ? അവരുടെ തലയിലാണ്. അയാൾക്ക് എന്ത് പറ്റിയാലും, അയാൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം അവർക്കാണ്. റെക്കോർഡാണല്ലോ അവർ റെയ്ഡ് നടത്തുന്നുള്ളത്, അവരെ കസ്റ്റഡിയിലാണെന്ന് റെക്കോർഡാണല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് PP ദിവ്യനെ പ്രതിയാക്കിയത്? ഈ അടുത്ത കാലത്ത് ഇതേപോലെ ഒരു സംഭവം, ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്തില്ലേ, അവര് എന്തെടുത്താലും വീഡിയോ എടുത്തിട്ട് ഒരു ആൾ ആത്മഹത്യ ചെയ്തില്ലേ, അത് റെക്കോർഡാണ്, തെളിയിക്കണം. ഇത് ഒഫീഷ്യലായിട്ട് അവരെ കൺട്രോളാണ്, മറ്റേത് ഒഫീഷ്യൽ അല്ല. ഒരു മറ്റേ PP ദിവ്യ പ്രസംഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ആ സമയത്ത് മരിക്കുന്ന സമയത്ത് വരെ കൺട്രോളല്ല. ഇത് മരിക്കുന്ന സമയത്തും ഇവരെ കൺട്രോളാണ്, കസ്റ്റഡിയിലാണ്. ഇപ്പൊ കസ്റ്റഡിയിൽ വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ്? ഇവരാണ്. അതിനു മുമ്പ് വരെ അയാൾ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ ബിസിനസ്സുകാരനാണ്. സീറോ ബാലൻസ് എന്ന് എല്ലാം ഉണ്ടാക്കി വളർത്തിയെടുത്ത ആളാണ്. നോ ക്രെഡിറ്റ്, അയാൾക്ക് ഒരു ഇതുമില്ല, എന്ത് കടമില്ലാത്ത ആളാണ്, ലോൺ ഇല്ലാത്ത ആളാണ്. അയാൾ 5 പൈസ മുതൽ മുടക്കില്ലാതെ, 5 പൈസ ലോൺ എടുക്കാതെ, മുതൽ മുടക്ക് ഉണ്ടായിട്ടാണ് ചെയ്യുന്നത്, 5 പൈസ ലോൺ എടുക്കാതെ ഇത്രയും 20 വർഷം കൊണ്ട് 2006 മുതൽ 2026 വരെയുള്ള വളർച്ച നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ വളർച്ച ഉയർച്ച എന്നൊക്കെ അതിന് പിന്നിൽ പല രഹസ്യങ്ങളുണ്ടാവും. എല്ലാ ബിസിനസ്സുകാരുടെ പിന്നിലും വളർച്ചയുടെ പിന്നിൽ ഒരു ക്രൈം ഉണ്ടാവുന്നത് മുമ്പ് വഹാബ് പറയുന്ന ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്. പല പ്രമുഖരായ ആളുകളും പറയാറുണ്ട്, എല്ലാ ബിസിനസ്സുകാരുടെ പിന്നിലും വളർച്ചയുടെ പിന്നിലും വളരെ ഉന്നതമായ വളർച്ചയിൽ പോകുമ്പോൾ അതിന് പിന്നിൽ ഒരു ക്രൈം ഉണ്ടാവും. ഇപ്പൊ പൊതുവെ റെയ്ഡിന് വരുമ്പോ ഈ ആരുടെ വീട്ടിലാണോ അല്ലെങ്കിൽ സ്ഥാപനത്തിലാണോ റെയ്ഡ് വരുന്നത്, അപ്പോൾ അയാൾ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് കൂടെ ഒരു ഉദ്യോഗസ്ഥൻ തടങ്കലിന് പോലെ കൂടെ ഇരിക്കും, ഇയാൾ അനങ്ങാൻ പോലും വിടില്ല. ഒരാളായിരിക്കില്ല, പലരുണ്ട്. ഇയാളെ ആരോഗ്യം നോക്കും. പോലീസ് കസ്റ്റഡിയില് ഞാൻ പോലീസ് കസ്റ്റഡിയിൽ പോയ ആളാണ്, ജയിലിൽ പോയ ആളാണ്. ഇതൊക്കെ രസമാണ്, പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ പോലീസ് കസ്റ്റഡി അവർ ഇന്നെ ഈ എച്ചന്റെ അവർ ഇത് ഭക്ഷണം തരുന്ന പോലും അവർ ആദ്യം രുചിച്ച് നോക്കും, എനിക്ക് എന്തൊക്കെ പറ്റുമോ എന്നുള്ള നമുക്കിത്. എനിക്ക് ഭക്ഷണം തരുമ്പോൾ, ചായ തരുമ്പോൾ അവർ ആദ്യം ഇത്തിരി എടുത്ത് കഴിച്ചു നോക്കും, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനി എന്തെങ്കിലും വിഷമം വന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്, അവരെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ജയിലിൽ എനിക്ക് ഭക്ഷണമൊക്കെ തരുന്നത് കൃത്യമായി നോക്കിയിട്ടാണ് തരുന്നത്. എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പരാതി കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്നെ കൊല്ലും ഉള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് P ശശി ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്ത് മൊഴി കൊടുത്ത് മജിസ്ട്രേറ്റിന് മുമ്പാകെ. അപ്പൊ എനിക്കെന്നാ പറ്റി ആർക്കാ ഉത്തരവാദിത്തം വരിക? പിണറായി വിജയന് ഉത്തരവാദിത്തം വരും. അപ്പൊ ആ പിണറായി വിജയന് ഉത്തരവാദിത്തം അവർ ഓരോന്നും പരിശോധിച്ചിട്ടാ തരിക, അത് അവരെ ഉത്തരവാദിത്തമാണ്. അവരെ കസ്റ്റഡിയിലാകുമ്പോൾ, പോലീസ് കസ്റ്റഡിയിലാകുമ്പോൾ, ഒരു കുറ്റാന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാകുമ്പോൾ, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണല്ലോ, ഏജൻസിനെയാണല്ലോ, അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത് വെടിവെച്ച് കൊന്ന, സ്വന്തമായി വെടിവെച്ച് കൊന്നാലും, അവര് വെടിവെച്ച് കൊന്നാലും, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ മൂലം അല്ല മാനസിക സമ്മർദ്ദം കാരണം അയാൾ ആത്മഹത്യ ചെയ്താലും 108-ാം വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. കൂടാതെ തടഞ്ഞു വെക്കൽ, ഈ റെയ്ഡിനൊന്നും ഇയാളെ തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ഇൻകം ടാക്സിന്റെ റെയ്ഡ് തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. തടഞ്ഞു വെക്കുന്ന ആരാ? എൻഫോഴ്സ്മെന്റ് ആണ്. കള്ളപ്പണം ഉണ്ടോന്ന് പരിശോധിക്കും, എവിടെയെങ്കിലും കള്ളപ്പണം നിക്ഷേപണം എടുക്കാം. ഇൻകം ടാക്സിന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അവർക്ക് രേഖകൾ പരിശോധിച്ച് അതിൻ്റെ അകത്തുള്ള വ്യത്യാസങ്ങളും എന്തൊക്കെ അതിനുള്ള പിഴ അടക്കലും ഒക്കെയാണ് ഇൻകം ടാക്സിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. ഇതല്ലാതെ 3 ദിവസം അയാളെ തടങ്കൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നെ ഫയൽ വേണമെന്നുള്ള ഫയൽ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വളരെ ഗൗരവമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മരണം ഒരു കൊലപാതകമായിട്ട് കാണാൻ പറ്റും. മരണമൊഴി എന്ന് പറയേണ്ട ആവശ്യമില്ല. മരിക്കാൻ ആവശ്യമായ ഒന്നുകിൽ ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ആത്മഹത്യ, രണ്ടിലൊന്നാണല്ലോ. അല്ല, ഇത് കൊലപാതകമാണെങ്കിൽ എങ്ങനെയാണത്? കൊലപാതകമാണെങ്കിലും ഇത് തന്നെയാണ്. ഈ മുമ്പ് കൊലപാതകത്തിനുള്ള 308 ആണെങ്കിൽ പുതിയ BNS പ്രകാരമുള്ള വകുപ്പുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ CCTV വർക്ക് ചെയ്യുന്നില്ല, അവിടെയാണ് പ്രശ്നം. CCTV എങ്ങനെ വർക്ക് ചെയ്യാതെ? പ്രത്യേകിച്ച് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുമ്പോൾ അവരെ ആവശ്യമാണ് സുതാര്യമായിട്ട് റെയ്ഡ് നടക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതില് മോദിക്ക് പോലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, അമിത്ഷായ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം എന്താ? അവരുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഒരാളെ ഇത്തരത്തിൽ ബന്ദിയാക്കി വെച്ചിട്ട് റെയ്ഡ് നടത്തിയത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇങ്ങനെ ബന്ദിയാക്കി അവരെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. അത് മോദി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ കേസ്. കാരണം ഒരാളെ റെയ്ഡ് ചെയ്യുമ്പോൾ അയാളെ സേഫായി സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. ആരുടെ താല്പര്യം പ്രകാരമാണ് ഈ റോയിനെ പോലുള്ള ആളുകളെ പിടിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും?
ഹൈ ലെവലിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ റോയിനെ പോലുള്ള ആൾക്കാരൊക്കെ റെയ്ഡ് നടക്കുള്ളൂ. അല്ലാതെ റെയ്ഡ് നടക്കാൻ യാതൊരു ഉന്നത തലത്തിലുള്ള കൃത്യമായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ടാവും. അനുമതി ഉണ്ടാവും, പ്രേരണയുണ്ടാകും. കാരണം ഇതിന് വേറൊരു ലെവലുണ്ട്. കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണെന്ന് അദ്ദേഹം പണം ഇവിടെയുള്ള ഇലക്ഷനൊക്കെ അദ്ദേഹം ഫണ്ട് കൊടുക്കും. കേരളത്തിലെ ഇലക്ഷൻ പോവാണ്. നിലവിൽ ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളാണെന്നുള്ളൊരു അതുകൊണ്ട് അവരെയൊക്കെ നിയന്ത്രിച്ച് അവരെ ഫണ്ടെല്ലാം നിർജ്ജീവമാക്കാനുള്ള പരിപാടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് കിട്ടാൻ പോണത്. കാരണം ബിസിനസ്സുകാർ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനെ ഒന്നുകിൽ അടിമപ്പെടുത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് ഇനി പിൻവലിയും. കാരണം ഇതിന്റെ ഈ 10 പേര് 8 പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടെ ഇവർ ജയിൽ കിടക്കുന്ന രക്ഷപ്പെടുത്താൻ മോദി വിചാരിച്ചാൽ കഴിയില്ല, അമിത്ഷാ വിചാരിച്ചാൽ കഴിയില്ല. കാരണം ഇവരെ കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നുകൊണ്ട് തന്നെ അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. വേറെ ആർക്കും അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ 8 പേർക്ക് നിർബന്ധമായി അറസ്റ്റ് ചെയ്യണമെന്നാണോ പറയുന്നത്? ഓട്ടോമാറ്റിക് അറസ്റ്റിലാവും. അറസ്റ്റിലാവുമോ? അറസ്റ്റിലായിരിക്കും. കാരണം എന്താണ് കാരണം? പി ദിവ്യനെ അറസ്റ്റ് ചെയ്തതിനാ? കേരളത്തിലെ ഗവൺമെന്റ് ഭയങ്കര സ്വാധീനമുള്ള ആളായിരുന്നില്ലേ പി ദിവ്യ? ആണോ? CPM-ന്റെ പ്രമുഖ നേതാവ്. പക്ഷെ ഒരാൾ പോലും ഇപ്പൊ നമ്മള് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം പല ചാനലുകൾ ഈ വീഡിയോ ഇങ്ങനെ പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ പോലും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിയമമാണ് ഞാൻ പറഞ്ഞത്. നിയമം എന്ന് പറയുന്നത് ആർക്കും മാറ്റാൻ പറ്റില്ല. ഇയാൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് ആരാണ്? ഇവരെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോഴാണ്. കസ്റ്റഡിയിൽ അല്ലാതെ ആത്മഹത്യ ചെയ്താൽ അവർക്ക് യാതൊരു, അവർ പോയി എന്നിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്താൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ അയാളുടെ സുരക്ഷ ആർക്കാണ്? തീർച്ചയായിട്ടും ജയിൽ കിടക്കുമ്പോൾ സുരക്ഷ ആർക്കാണ്? പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ ആരുടെ സുരക്ഷയാണ്? എന്തുകൊണ്ടാണ് പോലീസ് ആ സമയത്ത് സംരക്ഷിക്കുന്നത്? അതേപോലെ ഇവര് റെയ്ഡ് നടത്തുമ്പോൾ അവരെ കസ്റ്റഡിയിലാണ് മൊത്തം. അനങ്ങാൻ പറ്റില്ല അവർക്ക്. അവർ 8 പേരും 10 വർഷം വീതം ജയിൽ കിടക്കേണ്ടി വരും. യാതൊരു സംശയം. കേരളത്തിൽ നിന്നാ പോയത്. എവിടെ നിന്നാണെങ്കിലും. കേരളം അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ അകത്ത് അവരെ സുരക്ഷിത, അതായത് റെയ്ഡ് ചെയ്യുന്ന ആള് ഏറ്റവും സുരക്ഷിതനാവണം, അയാളെ പൊന്നുപോലെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് എന്റെ ചട്ടത്തിലുള്ളതാണ്. അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഇയാള് സ്വയം വെടിയുതിർത്ത് മരിച്ചതാണെന്ന് പറഞ്ഞിട്ട് കൈ ഒഴിയാൻ ഒരു ഉദ്യോഗസ്ഥനും സാധിക്കില്ല ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. ഇത് നിയമമാണ് പറഞ്ഞത്. 2ാമത് വകുപ്പുണ്ട്, അന്യായമായി തടഞ്ഞു വെക്കുക. തടഞ്ഞു വെച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവരെ കസ്റ്റഡിയിലല്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾ സ്വതന്ത്രമായി നടക്കുക എന്ന് പറയാൻ പറ്റുമോ? അയാളെ ദുബായിൽ നിന്ന് ഇവിടെ എത്തിച്ചാണ് അവരെ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ നിന്നുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കസ്റ്റഡിയിൽ അല്ലായിരുന്നെങ്കിൽ വെറുതെ വന്നു പോയി ഹാഷ് പാഷ് ആണെങ്കിൽ അങ്ങനെ സംഭവമില്ല. അപ്പൊ അതായത് CJ റോയിയെ കൊന്നത് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ്. മാത്രമല്ല ഇങ്ങനെയൊന്നും ചെയ്യേണ്ട അവർക്ക് യാതൊരു ആവശ്യമില്ല ഇൻകം ടാക്സിന്. ഇത് പിന്നെ മറ്റേ ഇവരുണ്ടല്ലോ, പിന്നെ ഇ ഡി ആണെങ്കിൽ കള്ളപ്പണം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാതിരിക്കുക. ഇവർക്ക് രേഖകൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കാതെ വേറെ ആവശ്യമേ ഇല്ല. രേഖകൾ പ്രകാരം കണ്ടെത്തിയ സാധനം അവർക്ക് ഇതാവേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പോലീസ് സംവിധാനത്തോടു കൂടിയേ വരിക. ഇത്രയും വലിയ ഗ്രൂപ്പിന്റെ ഇടയിൽ 8 പേര് മാത്രം അവിടെ നിന്നിട്ട് ചെയ്യണം. അല്ല, പോലീസ് അവരെ സുരക്ഷ നോക്കാൻ വേണ്ടി പോലീസിനെ ഏർപ്പെടുത്തും. പോലീസ് സംരക്ഷണം 100% ഉണ്ടാവണം. പോലീസ് CRPF ഉണ്ടാവും അവർക്ക്. കണ്ടില്ലേ പല സ്ഥലത്തും ED റെയ്ഡ് ചെയ്യുമ്പോൾ CRPF റെയ്ഡ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ പോലെ മൾട്ടി മില്യണറായ അവിടെ തൊഴിലാളികളുള്ള സ്ഥലത്ത് 8 പേര് വന്നിട്ട് അതോടെ നടത്താമെന്ന് വിചാരിച്ച്. അപ്പൊ ഇതിൽ ഒരു ഗൗരവമായുള്ള കാര്യം, ഇത്തരത്തിലുള്ള ഏജൻസികൾ പിന്നെ കുറ്റാന്വേഷണ ഏജൻസികളാണല്ലോ അതൊക്കെ തന്നെ. അവർ റെയ്ഡ് നടത്തുമ്പോൾ പരിപൂർണമായിട്ട് ആ പ്രതി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ആള് അവരെ കസ്റ്റഡിയിലേക്ക്, അവർക്ക് എന്ത് പറ്റിയാലും അതിന് പരിപൂർണ ഉത്തരവാദിത്വം പോലീസിനായിരിക്കും എന്നുള്ളത് സത്യതാണ്. പിന്നെ ചില കണ്ടില്ലേ ചിലതൊക്കെ ഏറ്റുമുട്ടലിൽ ഞങ്ങൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവിടെ അങ്ങനെയില്ലല്ലോ, ഇയാളെ കസ്റ്റഡിയിലല്ലേ, ഇവരെ കസ്റ്റഡിയിലല്ലേ. ഏറ്റുമുട്ടലിൽ പുറത്തായിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായി ഇൻകം ടാക്സുകാർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രഷർ കാരണം, ഇവർ കൊടുത്ത പ്രഷർ കാരണം ആത്മഹത്യയുള്ള പ്രേരണ ഉണ്ടായത് എവിടെ നിന്നാണ്? ഈ റെയ്ഡ് കാരണം. അപ്പോൾ അവർ കുടുങ്ങി എന്നുള്ളത് 100% സത്യം. ഞാൻ ആ ആംഗിൾ മാത്രമാണ് ഈ വീഡിയോനെ പറ്റി പറയുന്നത്. മറ്റു പല ആംഗിൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കള്ളപ്പണം ഉണ്ടായിരിക്കാം, വേറെ അല്ലെങ്കിൽ വേറെ സ്ഫോടക വസ്തുക്കൾ വിദേശത്ത് വന്നതിനെ പറ്റി എന്തോ പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കാം. നമുക്ക് ഒന്നിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു ഏജൻസി റെയ്ഡ് നടത്തുമ്പോൾ ആ റെയ്ഡ് നടത്തുന്നതിന് ആസ്പദമായ ആൾ അവരെ കസ്റ്റഡിയിലായിരിക്കും. ആ സന്ദർഭത്തിൽ അയാളുടെ സുരക്ഷ നോക്കേണ്ടത് അയാൾക്ക് ഒന്നും സംഭവിക്കാതെ ഒരു പോറൽ അനുഭവിക്കാതെ അതാണ്ട് പ്രധാനം. ഇപ്പം നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇൻസ്പെക്ഷൻ മെമ്മോ കൊടുക്കണം എന്ന് നിയമമാണ്, സുപ്രീം കോടതി വിധിയാണ്.
ഇൻസ്പെക്ഷൻ മെമ്മോ, അതെന്താണ് അയാളെ ശരീരത്തിലൊന്നും ഒന്നും പറ്റിയിട്ടില്ല എന്ന രേഖ കൊടുത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാലും അവിടെ വെച്ച് കൊടുക്കണം, അറസ്റ്റ് മെമ്മോ കൊടുക്കണം, അതിന്റെ കാരണങ്ങൾ പറയണം. അതേപോലെ എല്ലാ ഏജൻസികൾക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻകം ടാക്സിന്റെ ഉത്തരവാദിത്തം. അതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. വന്ന ഉദ്യോഗസ്ഥന്മാരെന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വരും. കർണാടക പോലീസാണ്, ഉറപ്പായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കും, ഉറപ്പായിട്ട് ഇവർ ജയിൽ കിടക്കും. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. കാരണം ഇവർക്ക് മാത്രമാണ് ഉത്തരവാദിത്തം.